ധോണി ക്യാപ്റ്റൻ കൂൾ എന്ന വാക്ക് തൻ്റെ ട്രേഡ് മാർക്ക് നിക്നെയിമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തതിന് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോൾസാണ്. അത് എന്തിനാണ് ഈ ട്രോൾസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഈ സ്പോർട്സ് പേഴ്സൺസ് എല്ലാം അവരുടെ കരിയറിൻ്റെ അവസാനം ഒരു ബിസിനസ് പേഴ്സൺസ് ആയിട്ട് മാറും. അപ്പോൾ അവർ നോർമലി ചെയ്യാമെന്ന് വെച്ചാൽ ആ കരിയറിലുടനീളം അവരെ വിളിച്ചിരുന്ന പേരുകൾ അല്ലെങ്കിൽ അവരെ പോപ്പുലർ ആക്കിയിട്ടുള്ള പേരുകളെല്ലാം അവർ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഒരു ലീഗലൈസ് ചെയ്യുകയാണ്. അതായത് മറ്റാരും ആ ഒരു പേര് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഗലൈസ് ചെയ്യാൻ എന്നുള്ളൊരു മാർഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ധോണി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ധോണി മാത്രമല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫുട്ബോൾ ലെജൻഡായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 എന്ന വാക്ക് അദ്ദേഹം ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന വാക്ക് തൻ്റെ ട്രേഡ് മാർക്കായിട്ട് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉസൈൻ ബോൾട്ട് ലൈറ്റ്നിങ് ബോൾട്ട് എന്നൊരു വാക്ക് തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രേഡ് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ധോണി ഒരു സ്പോർട്സ് ടൈപ്പ് ബിസിനസ് എന്തോ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പേരായിട്ടാണ് ക്യാപ്റ്റൻ കൂൾ എന്ന ഒരു വാക്ക് ട്രേഡ് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇത്ര ട്രോൾ ചെയ്യാനൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഈ വാർത്ത എല്ലാ ധോണി